ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി അശ്വിനെ ഇനി വേദനിപ്പിക്കാനോ താൻ കാരണം ഇനി അശ്വിൻ വേദനിക്കാനും പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുവാണ് ശ്രുതി. ഇനി താൻ കാരണം ഒന്നിനും ഇനി ഇടപെടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ആ റൂമിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതാണെങ്കിലും എൻ്റെ സാധനങ്ങൾ, ശ്രുതിയുടെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി അശ്വിന് സ്വന്തം റൂം ഇങ്ങനെ വിട്ടുകൊടുത്തതാണെങ്കിൽ പോലും എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുവാണ്. അതോടൊപ്പം തന്നെ ശ്യാമിൻ്റെ ചതികൾ എന്താണ്, തൻ്റെ നിരപരാധിത്വം എന്താണെന്ന് അശ്വിനെ ബോധ്യപ്പെടുത്താനും ശ്രുതി ശ്രമിക്കുവാണ്. അതിനൊരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ശ്യാം തന്നെ അശ്വിനോട് സത്യങ്ങൾ തുറന്നു പറയണം. അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ശ്രുതിക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ശ്രുതി വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, അത് തന്നെയാണ് സത്യം. ഇനി എന്തായിരിക്കും സംഭവിക്കുക, ഈ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും ശ്രുതിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശ്രുതി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മാറ്റി ആ റൂം മുഴുവൻ അശ്വിൻ്റെ ഇഷ്ടത്തിന് റീഅറേഞ്ച് ചെയ്തു. അങ്ങനെ എല്ലാത്തിൽ നിന്നും ശ്രുതിയുടെ പെട്ടെന്നുള്ള ഒരു മാറ്റം കണ്ടപ്പോൾ അശ്വിൻ കാര്യം തിരക്കി. എന്നാൽ ഞാൻ കാരണം ഇനി അശ്വിൻ സാറ് വേദനിക്കേണ്ട ആവശ്യം വരത്തില്ല, ഞാനായിട്ട് ഇനി ഒന്നിനും ഇടപെടാൻ വരുന്നില്ല. ഞാൻ ഇനി എങ്ങനെയാണോ ഞാൻ ഈ വിവാഹം കഴിച്ച് ആദ്യം ഈ വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയാണോ സംഭവിച്ചത്, ഞാൻ ബാൽക്കണിയിലാണ് കിടന്നുറങ്ങിയത്, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഞാനിനി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി കിടന്നുറങ്ങാൻ പോകുന്നത് ബാൽക്കണിയിലാണ്, നിങ്ങളിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊള്ളാനായിട്ട് അശ്വിനോട് ശ്രുതി ആവശ്യപ്പെട്ടു. എന്നാൽ അത് പറ്റത്തില്ല, നീ ഇവിടെ കിടന്നേ മതിയാകൂ, നീ ഇവിടെ കിടന്നാൽ മതി, ഒരു കാര്യവും നീ മാറ്റേണ്ട കാര്യമില്ല എന്ന് അശ്വിൻ എടുത്തു പറയുമ്പോഴും ശ്രുതി അത് കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അവസാനം ശ്രുതിയുടെ കയ്യിലിരുന്ന തലങ്ങണയും പുതപ്പും എല്ലാം അശ്വിൻ ദേഷ്യത്തോടു കൂടി പിടിച്ചു വാങ്ങിച്ചിട്ട് ആ തറയിൽ സൈഡിൽ അശ്വിൻ തന്നെ വിരിച്ച് കിടക്കുവാണ്. ശ്രുതിയോട് അശ്വിൻ പുറത്തു പോകാനായിട്ടും സമ്മതിച്ചില്ല. കഥവെല്ലാം കുറ്റിയിട്ടു, പുറത്ത് പോകണ്ട എന്ന് തന്നെ അശ്വിൻ പറഞ്ഞു. അവസാനം ബെഡിൽ ഇരുന്നിരുന്നിരുന്ന് ശ്രുതി അവിടെ കിടന്നുറങ്ങി. അശ്വിനും ഉറങ്ങുവാണ്. രാവിലെ തന്നെ ഉറക്കണിട്ട് അശ്വിൻ നോക്കുമ്പോൾ ശ്രുതിയെ കാണാനില്ല. അവിടെ മുഴുവൻ നോക്കി ഒരിടത്തും കാണാനില്ല. അപ്പോൾ അശ്വിനൊന്ന് പേടിച്ചു പോയി, ദൈവമേ ഇനി എങ്ങാനും ഇവളെങ്ങാനും ഇറങ്ങിപ്പോയി കാണുമോ, ഇനി എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയി കാണുമോ, അന്ന് ആ ഒരു ആത്മഹത്യ ഭീഷണി നടത്തിയതുപോലെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അശ്വിൻ ശ്രുതി എന്ന് ഉറക്കെ വിളിക്കുവാണ്. പെട്ടെന്ന് ശ്രുതി ബാത്റൂമിൽ നിന്ന് ഓടി വന്നു. എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. എന്നാൽ അശ്വിൻ സാറ് എന്നെ ഫസ്റ്റ് വാഷ്റൂം യൂസ് ചെയ്തോളൂ, എനിക്ക് വേണ്ട, സാറ് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. സാധാരണ ശ്രുതിയാണെങ്കിൽ വാഷ്റൂമിൽ യൂസ് ചെയ്യാനായിട്ട് അടിപിടി ഉണ്ടാക്കും, ഓരോ കാര്യങ്ങൾക്കും താൻ ചെയ്തിട്ട് അശ്വിൻ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനത്തെ ഒരു ശ്രുതി ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാത്തിൽ നിന്നും ഇപ്പോൾ ശ്രുതി വിട്ടു നിൽക്കുവാണ്. ഒന്നിനും തനിക്ക് മത്സരിക്കാനും തയ്യാറല്ല എന്ന് ശ്രുതി ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ അശ്വിൻ വാഷ്റൂമിൽ കയറിയ സമയത്ത് ശ്രുതി ശ്യാമത് എന്ന ഫയല് ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട്. എന്താണ് അതിൽ സംഭവം, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് അറിയത്തില്ല ശ്രുതിക്ക്. ശ്രുതി എല്ലാം വായിച്ചു നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പേപ്പർ തറയിൽ വീണു. അശ്വിൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഫയലിൽ തറയിൽ കിടക്കുന്ന പേപ്പർ എടുത്ത് വായിച്ചു നോക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ശ്രുതി പിടിച്ചു വാങ്ങിച്ചു. അതെൻ്റെ സാധനമാണെന്ന് പറഞ്ഞ് ആ ഫയലിനകത്ത് എടുത്ത് വെച്ചു. എന്നിട്ട് അശ്വിൻ കുളിച്ച് ഫ്രഷായി താഴോട്ട് പോകുവാണ്. ഈ സമയത്ത് ശ്രുതിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ എങ്ങനെ ഇനി ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നും അറിയത്തില്ല. ഒരു ധൃതിയിൽ, ഒരു ആവേശത്തിൽ ശ്യാമിൻ്റെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങിച്ച് ഒപ്പിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോൾ ശ്യാമിൻ്റെ മനസ്സിലെന്ന് പറയുമ്പോൾ സത്യത്തിൽ ശ്യാം ഉദ്ദേശിച്ച പേപ്പറൊന്നും അല്ല ശ്രുതിയുടെ ആ ഫയലിനകത്തുള്ളത്. അവൾ എന്തായാലും വായിച്ചു നോക്കുമെന്ന് ശ്യാമിന് അറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ആ ഫയലിനകത്ത് വെച്ച പേപ്പറാണ്. ഇനി ശ്രുതി ആ ഫയൽ അവിടെ വെച്ചിട്ട് പോകുന്ന തക്കത്തിൽ ആരും കാണാതെ തൻ്റെ കയ്യിൽ തനിക്ക് ആവശ്യമായിട്ടുള്ള തൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ ആ ഫയലിൻ്റെ അകത്ത് വെക്കണം. അതാവുമ്പോൾ കണ്ടുപിടിക്കത്തില്ല എന്ന് ശ്യാമിന് അറിയാം. അതിനു വേണ്ടിയിട്ട് ശ്യാം സഹായം തേടിയത് അഞ്ജലിയാണ്. അഞ്ജലിയോട് പറഞ്ഞു, മഴ വരുന്നുണ്ട്, ബാൽക്കണിയിലെ ഡ്രസ്സ് കിടക്കുവാണ്, നീ അതൊന്നും എടുക്കുന്നില്ലേ എന്ന് ശ്രുതിയെ ഓർമ്മിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ശ്രുതി നേരെ പോയി. എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, അഞ്ജലി നേരെ പോയി ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി നീ ആ ബാൽക്കണിയിലെ ഡ്രസ്സൊന്നും എടുക്കുന്നില്ലേ, അത് ചേച്ചി എടുക്കണം, എന്നാൽ വാ ഞാനും കൂടി വരാം. ആദ്യം ശ്രുതി സമ്മതിച്ചില്ലെങ്കിൽ പോലും അഞ്ജലി നിർബന്ധിച്ചപ്പോൾ അഞ്ജലിക്കൊപ്പം ശ്രുതി ഡ്രസ്സ് എടുക്കാൻ പോയി. ഈ തക്കത്തിന് ശ്യാം പെട്ടെന്ന് വന്ന് തൻ്റെ കയ്യിലുള്ള പേപ്പർ ആ ഫയലിൻ്റെ അകത്ത് വെച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു.
ഡ്രസ്സെല്ലാം കൊണ്ട് അവിടെ ഇട്ടപ്പോഴും ശ്രുതി എന്നിട്ട് അഞ്ജലി ശരി ഞാൻ പോകുവാണെന്നൊക്കെ പറഞ്ഞ് പോയി. എന്നാൽ അപ്പോഴും ഫയൽ എടുത്തിട്ട് താൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ആവേശത്തിലാണ് ഇത് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചത്. പക്ഷേ ഇനി ഇത് എങ്ങനെ അശ്വിനെ കൊണ്ട് ഒപ്പിടിയിച്ച് മേടിക്കുമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല. അപ്പോഴും അശ്വിൻ ശ്രുതി പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് ശ്യാമിനെ കുറിച്ച് ശ്രുതി പറഞ്ഞ കാര്യങ്ങളും താൻ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട ശ്യാമി ശ്രുതിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ചയും എല്ലാം അശ്വിനെ വല്ലാതെ അങ്ങ് ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടായിരുന്നു. വല്ലാതെ അങ്ങ് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയായിരുന്നു. ഞാൻ എപ്പോഴും അവളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട്. എന്താണ് ഞാൻ അവളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവൾ എന്ത് വേണമെങ്കിലും പറയും, എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് കള്ളത്തരങ്ങൾ മെനഞ്ഞുണ്ടാക്കും. ഞാൻ എന്നാൽ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് അശ്വിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കുന്നില്ല. അത്രത്തോളം ശ്രുതി പറഞ്ഞ വാക്കുകൾ അശ്വിൻ്റെ നെഞ്ചിൽ തറച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് അശ്വിൻ തൻ്റെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പേപ്പറിൽ ഒപ്പിട്ട് മേടിക്കാനായിട്ട് നേരെ ശ്രുതി ആകാശിൻ്റെ അടുത്തേക്ക് എത്തും. ആകാശിൻ്റെ അടുത്തെത്തിയപ്പോൾ ആകാശ് ഫോണിൽ സംസാരിക്കുവാണ്. അശ്വിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പേപ്പറിൽ സൈൻ ചെയ്ത് മേടിക്കണം എന്നൊക്കെ ആ ക്ലയൻറ്റിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ശ്രുതി അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആകാശ് ചേട്ടൻ തിരക്കിലാണോ? അതെ തിരക്കിലാണ്, കുറച്ച് പേപ്പർ ചേട്ടനെ കൊണ്ട് ഒപ്പിടിയിച്ച് മേടിക്കണം, പിന്നെ എനിക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എന്നാലും ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ആ ഒരു ഫയൽ എൻ്റെ കയ്യിൽ താ, ഞാൻ അശ്വിൻ സാറിനെ കൊണ്ട് ഒപ്പിടിയിച്ച് ഞാൻ ഇത് ആകാശേട്ടൻ്റെ കയ്യിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശ്രുതി ആ കാര്യം ചെയ്യുവാണെങ്കിൽ എനിക്ക് അത്രയും നല്ലതാണ്, ഞാൻ എന്നാൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് ഫയൽ എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു. ആരും കാണാതെ ശ്രുതി തൻ്റെ കയ്യിലിരുന്ന ശ്യാമ് തന്ന പേപ്പറും കൂടി ഈ ഫയലിൻ്റെ അകത്ത് വെച്ചിട്ട് നേരെ അശ്വിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ ആകാശ് പറഞ്ഞ ഫയലാണെന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ എല്ലാത്തിലും വായിക്കാതെ തന്നെ ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്തും അശ്വിൻ പറഞ്ഞത്, ഒരു കാര്യം ചെയ്, നീ ആദ്യം എങ്ങനെയാണോ റൂം ഒരുക്കിയിരുന്നത് അതുപോലെ തന്നെ റീഅറേഞ്ച് ചെയ്തോ, എനിക്ക് ഒന്നും നിർബന്ധമില്ല, നീ ഇഷ്ടത്തിന് തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്നാൽ അതിൻ്റെ കാര്യമൊന്നുമില്ല, ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുവാണ്, ഇനി എൻ്റെ ഇഷ്ടങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഫയൽ ഒപ്പിട്ടതിന് ശേഷം ശ്രുതി ഫയൽ വാങ്ങിച്ചുകൊണ്ട് നേരെ ആകാശിൻ്റെ കയ്യിൽ കൊടുത്തു. തൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ മാറ്റിയതിന് ശേഷമാണ് ആകാശിൻ്റെ കയ്യിൽ കൊടുത്തത്. എന്നിട്ട് ശ്രുതി നേരെ റൂമിൽ പോയതിന് ശേഷവും ശ്രുതിയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ശ്യാമ് പറഞ്ഞു ഒപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രുതി സമ്മതിച്ചു. പക്ഷേ ആ പേപ്പറെല്ലാം ശ്രുതി ഒപ്പിട്ട പേപ്പറെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം ആ പേപ്പർ ആരും കാണാതെ ശ്യാമ് പോലും കണ്ടുപിടിക്കാത്ത സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കണം. ഒളിപ്പിച്ച് വെച്ചിട്ട് ശ്യാമിനെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം അശ്വിനോട് ശ്യാമ് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ പേപ്പർ കയ്യിൽ തരത്തുള്ളൂ എന്ന് ശ്രുതി പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമിന് വേറെ വഴിയില്ല. ആ പേപ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്രുതി പറയുന്ന കാര്യങ്ങളെല്ലാം ശ്യാമ് ചെയ്യണം. അങ്ങനെ അശ്വിനോട് സത്യങ്ങൾ പറഞ്ഞതിന് ശേഷം അശ്വിൻ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പിന്നാലെ തന്നെ ശ്യാമ് തൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് പേപ്പർ തന്നിട്ടുണ്ടെന്നും അത് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും കൂടി പറയണം. അതും കൂടി കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അശ്വിൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും, ശ്രുതിയെ ചേർത്ത് പിടിക്കും, ശ്രുതി തെറ്റുകാരിയല്ല എന്ന് മനസ്സിലാക്കും. പിന്നെ ശ്യാമിനെ തകർക്കാനായിട്ട് അശ്വിൻ സാറ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളുമെന്നാണ് ശ്രുതിയുടെ മനസ്സിൽ. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുമോ, ശ്രുതി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലോട്ട് എത്തുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.